എല്ലാം ഒരു മലയിലായിരുന്നു തുടക്കം. ഇവിടുത്തെ അല്ലല്ല കമ്പിളിക്കണ്ടത്തിന് ആദ്യത്തേതും അവസാനത്തേതും ഇവനെ എണീപ്പിച്ചു വിട്ടടാ ഇവിടുന്ന് തുടങ്ങിക്കോടെ. കോച്ചൊരു ക്യൂട്ടി എന്നെ ഡേറ്റ് ചെയ്തോടെന്ന് വെച്ചു. അപ്പൊ അവിടെ മീൻ കഴിക്കൂല, പച്ചക്കറി കഴിക്കൂല, ഞാൻ എങ്ങനെ ഡേറ്റ് ചെയ്യും? എല്ലാ മൃഗങ്ങളെ ഇഷ്ടം, എല്ലാത്തിനെയും തിന്നും. അത് കഴിഞ്ഞിട്ട് 2-3 മാസം ഫാസ്റ്റ് ഫോർവേഡ്. എടാ എന്താ ചെയ്യാ, രേഷ്മ ചേച്ചി ഇങ്ങനെ പറഞ്ഞു വന്ന് എനിക്ക് കോച്ചിന് ഇഷ്ടമാണ്. ഇവരെന്തായാലും ഇഷ്ടത്തില്ല, ഇവരായിട്ടൊന്നും ചെയ്തില്ല. രേഷ്മ ചേച്ചി പറഞ്ഞ ഇവര് ഇഷ്ടത്തില്ല. എന്റെ അടുത്ത് പറഞ്ഞത് കോച്ചിങ് ഇഷ്ടാണെന്ന്. പക്ഷെ ഭയങ്കര സങ്കടത്തോടെ പറഞ്ഞ. പക്ഷെ അവള് നോ പറഞ്ഞടി, ശരിയാവൂല എന്ന് പറഞ്ഞ്. പിന്നെ ഫുൾ കോൺഫിഡൻസ്. പക്ഷെ ഞാൻ ഇത് എന്തായാലും ശരിയാക്കി എടുക്കും. വീട്ടുകാർ മാത്രം വരായിരുന്ന പരിപാടിയാണ്. ഇതിപ്പോ വിളിച്ചിപ്പോ ഇങ്ങനെയൊക്കെ ആയിപ്പോയി. അപ്പുകുട്ടനെ കുറിച്ച് ഈസ് മൈ ഫേവറേറ്റ്. ഞാൻ ചിലപ്പോ കരഞ്ഞു പോകും കേട്ടോ. അമ്മയ്ക്ക് താല്പര്യം അവരെ പ്രകടിപ്പിച്ചില്ലെങ്കിൽ പോലും ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് പറയാ ബൊമ്മയും അമ്മയും ഭയങ്കര രീതിയിൽ പ്രകടിപ്പിച്ചോണ്ടിരുന്നു. ഞങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങി ഒന്നിച്ച്. അത് കഴിഞ്ഞ് മോളെന്നോട് ചോദിച്ചു, അപ്പൊ ഞാൻ എന്നെ ഇഷ്ടമാണോ, അപ്പൊ ഞാൻ പറഞ്ഞു നടക്കത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ കുറെ നാള് കഴിഞ്ഞപ്പോ അമ്മയും അപ്പനും ഇവനെ ഭയങ്കര സ്നേഹം, എന്റെ കസിൻസിനും ഭയങ്കര സ്നേഹം. അപ്പൊ എനിക്ക് മനസ്സിലായി മൊത്തത്തിൽ കുഴപ്പമില്ല, സ്നേഹമാണ് എന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ ഓക്കെ. എന്താണ് വർക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു കംഫർട്ട് ലെവലില് എൻ്റെ വേറൊരു ഫ്രണ്ടിനോടും കോച്ചിനോടും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 3 വർക്ക് ചെയ്ത് തുടങ്ങി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഫ്രണ്ടിനെ ഞാൻ പുറത്താക്കി. പിന്നെ ഞാൻ കോച്ചിയായി. പിന്നെ പക്ഷെ നമ്മൾ അറിയാണ്ട് തന്നെ നമ്മൾ പോൾ പത്തായിയും റോസ് തമ്മിലുള്ള വിവാഹം ഔപചാരികമായിട്ട് തീരുമാനിക്കുകയാണ്. അതിനുവേണ്ടി കൈ കൊടുക്കും. പാർട്ട്ണർ എന്നുള്ളത് മാറ്റി വുഡ് ബി എന്ന് വിളിക്കാം. ഞാനിപ്പോ എനിക്ക് ഡേറ്റ് ഇത് ഏത് വർഷം തുടങ്ങിയെന്ന് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുക. അത് മാത്രം പറയാനില്ല. നിങ്ങളെ കണ്ടുപിടിക്കും. ഇതാണ് സ്റ്റോറി.
കല്യാണം ഉറപ്പിയില്ല. ഇനി കല്യാണം